ഹായ് ഗായ്സ്. അപ്പോൾ ഞാൻ ജിമ്മിലത്തെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് ഇന്ന് സാറ്റർഡേ ആണ്. അപ്പോൾ അത്യാവശ്യം നല്ല ബൈസും ട്രൈസും ആണ് ഇന്ന് വർക്കൗട്ട് ചെയ്തത്. അപ്പോൾ ഏകദേശം നല്ല പമ്പ് കയറിയിട്ടുണ്ട്. എത്തിയപ്പോൾ കുറച്ച് ലേറ്റായി. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ബോഡി ഫിസിക്ക് ഞാൻ കാണിച്ചു തരാം. അതിന് മുന്നേ നമുക്ക് എത്തിയ സ്ഥിതിക്ക് നൈസായിട്ട് കുറച്ച് പ്രോട്ടീൻ അടിക്കാം. അപ്പോൾ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഡാർക്ക് ആൻഡ് ഫാർമഡ പ്രോട്ടീൻ. അപ്പോൾ ഇത് കഴിച്ചിട്ടുണ്ടായിട്ടുള്ള ബോഡിയിലുള്ള കുറച്ച് ചേഞ്ചസും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോട്ടീൻ്റെ ഒരു സ്കൂപ്പാണ് എടുക്കുന്നത്. 1 സ്കൂപ്പ് എടുത്തിട്ടുണ്ട്. നമ്മുടെ മസിൽ റിക്കവറിക്കും അത്യാവശ്യം ബോഡി നല്ല പമ്പായിട്ടിരിക്കുമ്പോഴേക്കും കഴിച്ചു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും. നമ്മൾ ഒന്നിച്ച് ചെയ്യണ പോലെ തന്നെ ഒരു 200 ml വാട്ടർ ഇടണം. 200 250 എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാൻ 200 എടുത്തിട്ടുണ്ട്. ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു 30 seconds മാക്സിമം ഷെയ്ക്ക് ചെയ്യാം. ഒരു 30 seconds ആയിട്ടുണ്ട്. മൊത്തത്തിലൊന്ന് ഇളക്കി നമ്മൾ ജിമ്മിൽ നിന്ന് വരുമ്പോൾ തന്നെ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു ടാസ്ക് ഇതാണ്. അങ്ങനെ ഇതിൻ്റെ ടൈമൊന്നുമില്ല. മാക്സിമം ഒരു 2 hours ഇത് കൺസ്യൂം ചെയ്യാൻ നോക്കാം, കുറച്ചുകൂടി ബെറ്റർ റിക്കവറിക്ക്. എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് തിക്കായതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തൊന്ന് ഫുള്ളായിട്ട് കൺസ്യൂം ചെയ്യാം. ഓക്കെ, ഡൺ. അപ്പോൾ നമ്മുടെ പ്രോട്ടീൻ പൗഡർ എടുത്തു കഴിഞ്ഞു. ഇനി അടുത്തത് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ നൈസായിട്ട് എൻ്റെ കുറച്ച് ബോഡി ഫിസിക് കാണിച്ചു തരാം. അധികം സെറ്റപ്പ് ഒന്നും ആയിട്ടില്ല. ഒരു 1 week ഒക്കെ ആയുള്ളൂ. അപ്പോൾ അതിൻ്റെതായ ഇതൊക്കെ ഉള്ളൂ. അതൊന്ന് കണ്ടുനോക്കാം. ഈ ഒരു ലെവലിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇന്നലെ ഷോൾഡറിന് അടിച്ച് ഷോൾഡർ അത്യാവശ്യം നല്ല പമ്പ് വരുന്നുണ്ട്. ഇന്ന് ബൈസാണ് അടിച്ചാണ്. ട്രൈസുമാണ്. ചേച്ചസ് കാണാനുണ്ട്. ചെറിയൊരു ബോളിൽ കയറിയ പോലത്തെ ഫീൽ ഉണ്ട്. ഒന്നും അത്രയും പക്കായിട്ടില്ല, എന്നാലും കുറച്ചുകൂടി. പിന്നെ ആപ്സ് ഞാൻ വർക്കൗട്ട് ചെയ്ത് തുടങ്ങിയിട്ടില്ല. അതിന് നല്ല ഡയറ്റ് എടുക്കണം. ഇപ്പോഴത്തെ ഞാൻ ചെറിയൊരു ബോളി ഞാൻ കയറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് പയ്യെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതാണ് ഇപ്പോഴത്തെ ഒരു നിലപാട്. എന്നാലും വയറൊന്നുമില്ല, ഏകദേശം ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ, ചെറിയൊരു വ്ളോഗാണ്. അപ്പം ഇനി അടുത്ത ആഴ്ച ഏകദേശം ഒന്ന് കറക്റ്റായിട്ട് ജിമ്മിലൊക്കെ പോകാൻ പറ്റുന്ന കുറച്ചും കൂടി ഒരു ഫിസിക്കിന് കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്താൻ ശ്രമിക്കാം. പിന്നെ കൺസിസ്റ്റൻസിയാണ് ഇതിൻ്റെ മെയിൻ. എല്ലാ ദിവസവും പോകാൻ പറ്റണം. അപ്പോൾ കുറച്ച് ഡേയ്സിൽ എനിക്കൊന്നും പോകാൻ പറ്റില്ല. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ കാരണം സ്കിപ്പ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ മാക്സിമം എല്ലാവരും ജിമ്മിലൊക്കെ പോകാൻ ട്രൈ ചെയ്യുക. ഡെയിലി അറ്റ്ലീസ്റ്റ് 1 hour എങ്ങനെയെങ്കിലും പോകാൻ നോക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ ബൈ.